ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് 1 kg വെയിറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് സാധാരണ കാണുന്ന ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ലുക്കിലല്ല എന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു റെസിപ്പി ഇതിന് കുറേ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ചൊരു വ്യത്യാസമാണ് ഈ ഒരു കേക്കിനുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഒരു 250 ml കപ്പിലേക്ക് 3 ടേബിൾ സ്പൂണ് നല്ല ഡാർക്ക് കളർ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന കൊക്കോ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം മൈദ വെച്ച് ഇതേപോലെ നിറയെ ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു തവണ അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്ത ശേഷം ഇതേപോലെ സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. വേണമെങ്കിൽ 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു 4 മീഡിയം സൈസിലുള്ള മുട്ട എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം എഗ് വൈറ്റിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതേപോലെ പതഞ്ഞ് വരുന്ന ടൈമിൽ ഇതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ചായി ചേർത്തിട്ട് ഈ എഗ് വൈറ്റ് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എഗ് വൈറ്റിൽ യോക്കിൻ്റെ അംശമൊന്നും പെടാൻ പാടില്ല, എന്നാലേ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടുള്ളൂ. അങ്ങനെ എഗ് വൈറ്റ് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ യോക്ക് വീതം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ യോക്ക് ഇതിൽ മിക്സായ ശേഷം വീണ്ടും അടുത്ത യോക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ മുഴുവൻ യോക്കും ചേർത്ത ശേഷം വീണ്ടും ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു 1-2 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർക്കുമ്പോൾ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ ടൈമൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ബീറ്റർ അങ്ങ് ഓഫാക്കി കൊടുക്കാം. അതിനുശേഷം ഫ്ലോർ കുറച്ചായി ഇട്ടിട്ട് ഇതൊന്ന് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഈ ഒരു സ്പോഞ്ച് കേക്ക് തന്നെയാണ് ചോക്ലേറ്റ് സ്പോഞ്ച് ബേസ് ആയിട്ട് വരുന്ന എല്ലാ ചോക്ലേറ്റ് കേക്കിലേക്കും യൂസ് ചെയ്യാറ്. ഇനി ഇതൊരു 8 ഇഞ്ചിൻ്റെ ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഓവൻ ഇല്ലാതെയാണെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കേക്ക് അല്പം ചൂട് മാറിക്കഴിഞ്ഞാൽ ഈ ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് ചൂട് മുഴുവനായിട്ട് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ചൂട് നന്നായിട്ട് മാറിയ ശേഷം ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വെയിറ്റ് ചെയ്യുന്നത് ചെറി സിറപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും പിന്നെ കുറച്ച് ചെറീസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച ശേഷം ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 1 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അടുപ്പിച്ചിട്ടാണ് ക്രീം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റും പിന്നെ ചെറി സിറപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറീസും ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം സെക്കൻഡ് ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. ക്രം കോട്ട് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള ക്രീം കട്ടിയിൽ തന്നെ വെച്ച് കൊടുക്കുന്നത്.
അങ്ങനെ കേക്ക് ഇവിടെ ഏകദേശം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്രീമിൽ പർപ്പിൾ കളർ മിക്സ് ചെയ്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ട് സൈഡിൽ ഇതേപോലെ സിഗ്സാഗ് പോലെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെമി ഫോൾട്ട് ലൈൻ ചെയ്യാനാണ് ആദ്യം ഉദ്ദേശിച്ചത്. പിന്നെ അത് മാറ്റിയിട്ട് സൈഡ് മുഴുവനായിട്ടും ഈ ഒരു കളർ വെച്ചിട്ട് കവർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം മുകളിൽ ഇതേപോലെ കോപ്പർ ഡസ്റ്റിൽ കുറച്ച് ലെമൺ ജ്യൂസ് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബോർഡർ പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിരിക്കണം, അല്ലെങ്കിൽ ക്രീം ബ്രഷിലേക്ക് ഇളകിയിട്ട് വരും. ഇനി മുകളിൽ കുറച്ച് ഫ്ലവേഴ്സും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റോസ് ഫ്ലവറാണ് വരക്കുന്നത്. അപ്പോൾ ആദ്യം ഇതേപോലെ വൈറ്റ് ക്രീം വെച്ചിട്ട് 100ൻ്റെ 11 നമ്പർ നോസിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് പെറ്റൽസ് വരച്ചു കൊടുത്തിട്ട് അതിനുശേഷം 100ൻ്റെ 44 നോസിലിട്ടിട്ട് അതിൽ ആ ഒരു പർപ്പിൾ കളർ വെച്ചിട്ടാണ് ബാക്കിയുള്ള പെറ്റൽസും കൂടി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്ലവർ വരക്കുന്നതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടിലേതെങ്കിലും ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ഫ്ലവർ ചെയ്തെടുക്കാം. ഇത് നോസിൽ മാറ്റേണ്ട ആ ഒരു പണിക്ക് 2 നോസിൽ വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. ഇനി കുറച്ച് ഗ്രീൻ കളർ ക്രീം വെച്ചിട്ട് ലീഫും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിൽ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കസ്റ്റമർ പറഞ്ഞ പ്രകാരം ചെറിയൊരു തീപ്പൊരിയുടെ സിമ്പലും കൂടി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കങ്ങനെ ശരിയായിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.